ട്യൂട്ടോറിയലിൽ എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് മനസ്സിലാക്കാൻ പോകുന്നത് മിറർ, സ്കെയിൽ എന്നീ രണ്ട് കമാൻഡുകളാണ്. നമ്മൾ ഇനി ഇവിടുന്ന് അങ്ങോട്ട് മില്ലിമീറ്ററിലായിരിക്കും ഡ്രോയിങ്സ് പ്രിപ്പയർ ചെയ്യുന്നത്. എന്തുകൊണ്ടെന്നാൽ ഏത് ഡിസിപ്ലിനിലുള്ള ഡ്രോയിങ് ആണെങ്കിലും പ്രിസൈസ് ഡ്രോയിങ് പ്രിപ്പയർ ചെയ്യുന്നതിന് എപ്പോഴും മില്ലിമീറ്റർ യൂണിറ്റ് എടുക്കുന്നതായിരിക്കും നന്നാവുക. മാത്രമല്ല നമുക്ക് ഡെസിമൽ സ്ഥാനം ഒഴിവാക്കാനും സാധിക്കും. കാരണം 1 മില്ലിമീറ്റർ അക്യുറസിയിലാണ് നമ്മൾ ഡ്രോയിങ് വരയ്ക്കുന്നത്. അപ്പോൾ മിക്കവാറും നമുക്ക് ഡെസിമൽ സ്ഥാനത്തിൻ്റെ ആവശ്യം വരികയുമില്ല. സ്റ്റാറ്റസ് ബാറിൽ ഇപ്പോൾ ഒബ്ജക്റ്റ് സ്നാപ്പ് ഓഫായിട്ടാണ് ഇരിക്കുന്നത്. ഞാൻ F3 പ്രസ് ചെയ്തുകൊണ്ട് അത് ഓൺ ചെയ്തു. അതിനുശേഷം ഡൈനാമിക് ഇൻപുട്ട് മെത്തേഡ് ഡൈൻ മോഡ് ഓഫാണ്, അതും ഓൺ ചെയ്തു. നമുക്ക് മിറർ എന്ന കമാൻഡ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് നോക്കാം. ഞാൻ ആദ്യമായി ലൈൻ എന്ന കമാൻഡ് കൊടുക്കുകയാണ്. ലൈൻ എന്ന കമാൻഡ് കൊടുത്തു. ശേഷം ഒരു പോയിന്റ് പിക്ക് ചെയ്തു. സ്പെസിഫൈ നെക്സ്റ്റ് പോയിന്റ്. ഞാൻ ഓർത്തോ ഓൺ ചെയ്യുകയാണ്. ഓർത്തോ ഓൺ ചെയ്തുകൊണ്ട് 750 mm താഴേക്കൊരു ലൈൻ വരഞ്ഞു. ശേഷം റൈറ്റ് സൈഡിലേക്ക് 500 mm ഒരു ലൈൻ വരഞ്ഞു. അതിനുശേഷം ഞാൻ ഈ കമാൻഡിൽ നിന്ന് എക്സിറ്റ് ആവുന്നതിന് എസ്കേപ്പ് പ്രസ് ചെയ്തു. ഓക്കെ, ഇനി ഹോം ടാബിൽ മോഡിഫൈ എന്ന ഗ്രൂപ്പിൽ നമുക്ക് മിറർ എന്ന ഐക്കണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് അതേക്കുറിച്ച് വിവരണം ഇവിടെ ലഭിക്കുന്നുണ്ട്. ഞാൻ മിറർ എന്ന കമാൻഡ് എടുത്തു. അതിനുശേഷം ഈ ഓബ്ജക്റ്റ് പിക്ക് ചെയ്തു. ഇതിപ്പോൾ നമ്മൾ ലൈനാണ്, പ്ലെയിൻ അല്ല. അതുകൊണ്ട് എനിക്ക് 2 പ്രാവശ്യം പിക്ക് ചെയ്യേണ്ടി വന്നു. പിക്ക് ചെയ്ത ശേഷം വീണ്ടും സെലക്ട് ഓബ്ജക്ട്സ് എന്ന് ചോദിക്കുന്നുണ്ട്. ഞാൻ സെലക്ഷൻ അവസാനിച്ചതുകൊണ്ട് സെലക്ഷനിൽ നിന്ന് ടെർമിനേറ്റ് ചെയ്യുന്നതിന് എൻ്റർ പ്രസ് ചെയ്തു. സ്പെസിഫൈ ഫസ്റ്റ് പോയിന്റ് ഓഫ് മിറർ ലൈൻ എന്ന് ചോദിക്കുന്നു. മിറർ ചെയ്യാന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ ഇതിൻ്റെ മറ്റൊരു മിറർ കോപ്പി നമ്മൾ എടുക്കുന്നതിനാണ് മിറർ എന്ന കമാൻഡ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഞാൻ ഈ ഒരു എൻഡ് പോയിന്റ് ഫസ്റ്റ് പോയിന്റ് ആയിട്ട് സെലക്ട് ചെയ്തു. സ്പെസിഫൈ സെക്കൻഡ് പോയിന്റ് ഓഫ് മിറർ ലൈൻ എന്ന് ചോദിക്കുന്നു. ഞാൻ ഓർത്തോ ഓൺ ആക്കിക്കൊണ്ട് തന്നെ മുകളിലേക്ക് മൂവ് ചെയ്ത ശേഷം ഒരു പോയിന്റ് പിക്ക് ചെയ്തു. അതിനുശേഷം ചോദിക്കുന്നു ഇറേസ് സോഴ്സ് ഓബ്ജക്റ്റ്. നമ്മൾ മുമ്പ് വരഞ്ഞ ഓബ്ജക്റ്റ് അഥവാ സെലക്ട് ചെയ്ത ഓബ്ജക്റ്റ് ഇറേസ് ചെയ്യണമോ വേണ്ടയോ എന്നാണ് ചോദിക്കുന്നത്. ഞാൻ നോ എന്നുള്ളതിന് N ടൈപ്പ് ചെയ്തു. നിങ്ങൾക്ക് കാണാം അവിടെ യെസ് എന്നും നോ എന്നും കാണുന്നുണ്ട്. ഞാൻ നോക്ക് വേണ്ടി N ടൈപ്പ് ചെയ്തു, എൻ്റർ ചെയ്തു. അതോടുകൂടി നമ്മൾ ആദ്യം വരഞ്ഞ ഈ ഓബ്ജക്റ്റിൻ്റെ ഈ 2 എൻറ്റൈറ്റീസ്, ഈ 2 ലൈനിൻ്റെ ഒരു മിറർ നമുക്ക് ഇവിടെ ലഭിച്ചു. ഇത് 500 ആയിരുന്നു. ഇപ്പോൾ 500 + 500 ഇത് 1000 ആയി. ഇത് 750 ആണ്. നമ്മൾ വീണ്ടും മിറർ എന്ന കമാൻഡ് കൊടുക്കുന്നു. മിറർ എന്ന് ഞാൻ ടൈപ്പ് ചെയ്തു. ഓക്കെ, ടൈപ്പ് ചെയ്തുകൊണ്ട് ഞാൻ ഇത് മൊത്തം വിൻഡോ സെലക്ഷനിൽ സെലക്ട് ചെയ്യുകയാണ്. സെലക്ഷനിൽ നിന്ന് ടെർമിനേറ്റ് ചെയ്തു. അതിനുശേഷം സ്പെസിഫൈ ഫസ്റ്റ് പോയിന്റ് ഓഫ് മിറർ ലൈൻ എന്ന് ചോദിക്കുന്നുണ്ട്. ഞാൻ ഈ ഒരു പോയിന്റ് പിക്ക് ചെയ്തു. അതിനുശേഷം റൈറ്റ് സൈഡിലേക്ക് മൂവ് ചെയ്തുകൊണ്ട് ഓർത്തോ ഓൺ ആക്കിക്കൊണ്ട് തന്നെ ഇവിടെ ഒരു പോയിന്റ് പിക്ക് ചെയ്തു. ഓക്കെ, വീണ്ടും ചോദിക്കുന്നു ഇറേസ് സോഴ്സ് ഓബ്ജക്റ്റ് എന്ന്. ഞാൻ നോ എന്നുള്ളതിന് വേണ്ടി N പ്രസ് ചെയ്യുന്നു. ഇതിന് പകരം ഞാൻ യെസ് എന്നാണ് ടൈപ്പ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ ആദ്യം ഉണ്ടായിരുന്ന ഓബ്ജക്റ്റ്, നമ്മൾ ഏത് ഓബ്ജക്റ്റിൻ്റെ മിററാണോ എടുത്തത് ആ ഓബ്ജക്റ്റ്, ഫസ്റ്റ് ഓബ്ജക്റ്റ്, അത് ഇറേസ് ആകുമായിരുന്നു. ഇപ്പോൾ ഇങ്ങനെ നമ്മൾ 750 എടുത്തു, 500 എടുത്തു. അപ്പോൾ അതിൻ്റെ ഡബിൾ ഇങ്ങോട്ട് 1500, 500ൻ്റെ ഡബിൾ ഇങ്ങോട്ട് 1000. നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ഞാൻ DI എന്ന കമാൻഡ് കൊടുത്ത ശേഷം എൻ്റർ ചെയ്യുന്നു. ഇവിടെ ഒരു പോയിന്റ് പിക്ക് ചെയ്ത ശേഷം ഇങ്ങോട്ട് നോക്കുമ്പോൾ ഇതാ 1000, ഇങ്ങോട്ട് 1500. ഞാൻ എസ്കേപ്പ് അടിച്ചുകൊണ്ട് DI കമാൻഡിൽ നിന്ന് എക്സിറ്റ് ആയി. ഇനി ഞാൻ ലൈൻ കമാൻഡ് വീണ്ടും കൊടുക്കുകയാണ്. അതിനുശേഷം എൻഡ് പോയിന്റ് എന്നാണ് നമുക്കിവിടെ കിട്ടുന്നത്. ഓർക്കുക, ഇത് ഇതുവരെ ഒരു എൻറ്റിറ്റിയാണ്, ഇവിടെ നിന്ന് ഇങ്ങോട്ട് മറ്റൊരു എൻറ്റിറ്റിയാണ്. അതുകൊണ്ടാണ് നമുക്കിവിടെ എൻഡ് പോയിന്റ് കിട്ടുന്നത്. അല്ല എങ്കിൽ മിഡ് ആയിരിക്കും കിട്ടുക. അതുപോലെ തന്നെ ഇവിടെയും നമുക്ക് എൻഡ് പോയിന്റ് ആണ് കിട്ടുക. അങ്ങോട്ട് പിക്ക് ചെയ്തു. ഞാൻ കമാൻഡിൽ നിന്ന് എക്സിറ്റ് ആയി. അതിനുശേഷം വീണ്ടും ലൈൻ കമാൻഡ് കൊടുത്തു. ഇവിടെ ഒരു പോയിന്റ് പിക്ക് ചെയ്തു, ഇവിടെ ഒരു പോയിന്റ് പിക്ക് ചെയ്തു. ഇങ്ങനെ ഒരു ക്രോസ് രൂപപ്പെട്ടു. ഞാൻ ഇത് രണ്ടും സെലക്ട് ചെയ്യുകയാണ്. ശ്രദ്ധിക്കുക, നമ്മൾ ആദ്യം എല്ലാം സെലക്ട് ചെയ്തതിന് ശേഷമാണ് നമ്മൾ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തുന്നത്. ഇവിടെ ഞാൻ ഇത് രണ്ടും ക്രോസ് ചെയ്തുകൊണ്ട് പിക്ക് ചെയ്തപ്പോൾ നമുക്ക് ഗ്രിപ്പ് പോയിന്റ്സ് കിട്ടി. ഈ 2 ഓബ്ജക്റ്റും സെലക്ട് ആയി. അതിനുശേഷം ഞാൻ പ്രോപ്പർട്ടീസിൽ പോയ ശേഷം കളർ എടുത്ത് ഞാൻ അത് റെഡ് ആക്കി മാറ്റി. വീണ്ടും എനിക്ക് ഈ സെലക്ഷനിൽ നിന്ന് ടെർമിനേറ്റ് ആവുന്നതിന് വേണ്ടി ഞാൻ എസ്കേപ്പ് പ്രസ് ചെയ്തു. ആ സെലക്ഷനിൽ നിന്ന് ടെർമിനേറ്റ് ആയി. ഇങ്ങനെ എസ്കേപ്പ് അടിക്കാൻ മറന്നുകൊണ്ട് നമ്മൾ മറ്റെന്തെങ്കിലും കമാൻഡ് കൊടുക്കുകയാണെങ്കിൽ, ഉദാഹരണത്തിന് നമ്മൾ ഇറേസ് എന്ന് കൊടുക്കുകയാണെങ്കിൽ, നമ്മൾ ആദ്യം സെലക്ട് ചെയ്തതായതുകൊണ്ട് ഇറേസ് എന്ന കമാൻഡ് കൊടുക്കുന്നതോടുകൂടി അത് ഇറേസ് ആവും. അപ്പോൾ അത് ശ്രദ്ധിക്കണം. എപ്പോഴും എസ്കേപ്പ് അടിച്ചുകൊണ്ട് സെലക്ഷനിൽ നിന്ന് ടെർമിനേറ്റ് ആവാൻ മറക്കരുത്. ഓക്കെ, ഇപ്പോൾ ഇങ്ങനെ ഏകദേശം ഒരു ജനൽ പോലെ, ഒരു വിൻഡോ വരഞ്ഞ പോലെ ഈ വിൻഡോയുടെ ഡയമെൻഷൻ നമ്മൾ മനസ്സിലാക്കി. ഇത് 1000 ആണ്, ഇത് 1500 ആണ്. നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്ത ഈ വിൻഡോയുടെ റൈറ്റ് സൈഡിലെ വെർട്ടിക്കൽ ലൈനിലൂടെ ഞാൻ മറ്റൊരു ലൈൻ കൂടി വരയ്ക്കാൻ വേണ്ടി ലൈൻ എന്ന കമാൻഡ് എൻ്റർ ചെയ്യുകയാണ്. ലൈൻ, അതിനുശേഷം ഈ എൻ പോയിന്റ് പിക്ക് ചെയ്തു. മുകളിലേക്ക് ഓർത്തോ ഓൺ ആക്കിക്കൊണ്ട് മൂവ് ചെയ്ത്
ഇവിടെ എവിടെയെങ്കിലും ഒരു പോയിന്റ് പിക്ക് ചെയ്തു. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ഇവിടെ ഒരു ലൈനുണ്ട്. ഈ വിൻഡോയുടെ ഈ റൈറ്റ് സൈഡിലെ ലൈനിലൂടെ തന്നെയാണ് മറ്റേ ലൈനും പോകുന്നത്. അതുകൊണ്ട് നിങ്ങൾക്കത് വ്യക്തമായി കാണുന്നില്ല. ഞാൻ ഇതിൻ്റെ കളർ യെല്ലോ എന്നാക്കി ചേഞ്ച് ചെയ്തു. ഓക്കെ, ഇനി ഞാൻ ഒരു മൂവ് കമാൻഡ് കൊടുക്കുകയാണ്. എം എന്ന് ടൈപ്പ് ചെയ്ത് മൂവ് കമാൻഡ് കൊടുത്തു. നിങ്ങൾക്ക് ഐക്കോൺ സെലക്ട് ചെയ്തുകൊണ്ടും മൂവ് കമാൻഡ് കൊടുക്കാം. പക്ഷേ ഞാൻ ടൈപ്പ് ചെയ്തുകൊണ്ട് മൂവ് കമാൻഡ് കൊടുത്തു. സെലക്ഷനിൽ നിന്ന് ടെർമിനേറ്റ് ആയി. അതിനുശേഷം ബേസ് പോയിന്റ് ചോദിക്കുകയാണ്. സ്പെസിഫൈ ബേസ് പോയിന്റ്. ഞാനൊരു പോയിന്റ് എവിടെയെങ്കിലും പിക്ക് ചെയ്തു. ശേഷം ഞാൻ 1000 എന്ന് ടൈപ്പ് ചെയ്യുകയാണ്. അതോടുകൂടി നമ്മൾ ഈ വിൻഡോയുടെ സൈഡിൽ വരഞ്ഞിരുന്ന ഈ യെല്ലോ ലൈൻ അവിടെ നിന്നും 1000 mm അഥവാ 1 മീറ്റർ മാറിക്കൊണ്ട് ഇവിടേക്ക് മൂവായി. ഞാൻ വീണ്ടും മിറർ കമാൻഡ് ഐക്കൺ സെലക്ട് ചെയ്തുകൊണ്ടെടുത്തു. അതിനുശേഷം വിൻഡോ സെലക്ഷനിലൂടെ ഈ വിൻഡോ സെലക്ട് ചെയ്തു. സെലക്ഷനിൽ നിന്ന് ടെർമിനേറ്റ് ആവുന്നതിന് മൗസിൻ്റെ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തു. ഇപ്പോൾ ചോദിക്കുന്നത് സ്പെസിഫൈ ഫസ്റ്റ് പോയിന്റ് ഓഫ് മിറർ ലൈൻ എന്നാണ്. ഞാൻ ഈ യെല്ലോ ലൈനിൻ്റെ എൻഡ് പോയിന്റ് പിക്ക് ചെയ്തു. അതിനുശേഷം ഓർത്തോ ഓൺ ആക്കിക്കൊണ്ട് തന്നെ മുകളിലേക്ക് മൂവ് ചെയ്തുകൊണ്ട് ഇവിടെ ഒരു പോയിന്റ് പിക്ക് ചെയ്തു. ഇപ്പോൾ നമ്മോട് ചോദിക്കുന്നത് ഇറേസ് സോഴ്സ് ഒബ്ജക്റ്റ് എന്നാണ്. നമ്മൾ നേരത്തെ നോ എന്നുള്ളതിന് എൻ ടൈപ്പ് ചെയ്തു. നമുക്കിവിടെ വൈ എന്ന് ടൈപ്പ് ചെയ്ത് നോക്കാം. വൈ എന്ന് ടൈപ്പ് ചെയ്ത ശേഷം ഞാൻ എൻ്റർ ചെയ്യുന്നതോടുകൂടി നമ്മൾ ആദ്യം വരഞ്ഞിരുന്ന നമ്മുടെ സോഴ്സ് ഒബ്ജക്റ്റ് അത് അവിടെ നിന്ന് മാഞ്ഞുപോയി. പകരം നമുക്ക് അതിൻ്റെ ഒരു മിറർ ഇപ്പുറത്ത് ലഭിച്ചു. മിറർ കമാൻഡും കോപ്പി കമാൻഡും ഉള്ള വ്യത്യാസം വ്യക്തമായി മനസ്സിലാക്കണം. കോപ്പി എന്ന കമാൻഡിൽ നമ്മൾ അതേ ഒബ്ജക്റ്റ് മറ്റൊരു ഭാഗത്തേക്ക് അതേപോലെ തന്നെ കോപ്പി ചെയ്ത് വെക്കുകയാണ്. എന്നാൽ മിറർ എന്ന കമാൻഡിൽ നമ്മൾ സോഴ്സ് ഒബ്ജക്റ്റിൻ്റെ ഒരു മിറർ ഇമേജ് ആണ് എടുക്കുന്നത്. അപ്പോൾ അതിൽ വരുന്ന മാറ്റം എക്സ്പ്ലെയിൻ ചെയ്യുന്നതിന് വേണ്ടി ഞാൻ ഈ സൈഡിലെ ലൈനിൻ്റെ കളർ ഒന്ന് ചേഞ്ച് ചെയ്യട്ടെ. അത് ഞാൻ ഗ്രീൻ ആക്കി. ഓക്കെ, യെല്ലോ ആക്കി. ഈ സൈഡിലെ കളർ ഞാൻ സിയാൻ കളറും ആക്കിയിരിക്കുകയാണ്. ഇപ്പോൾ ലെഫ്റ്റ് സൈഡിൽ യെല്ലോ, റൈറ്റ് സൈഡിൽ സിയാൻ കളർ. ഞാൻ വീണ്ടും മിറർ കമാൻഡ് കൊടുത്തു. ഈ ഒബ്ജക്റ്റ് ഇങ്ങനെ സെലക്ട് ചെയ്ത ശേഷം ബേസ് പോയിന്റ് ഇവിടെ ഒരു പോയിന്റ് പിക്ക് ചെയ്തു. ഓർത്ത് ഓൺ ആക്കിക്കൊണ്ട് ഇപ്പുറത്തൊരു പോയിന്റ് പിക്ക് ചെയ്തു. ഇറേസ് സോഴ്സ് ഒബ്ജക്റ്റ് എന്ന് ചോദിക്കുന്നുണ്ട്. ഞാൻ നോ എന്നുള്ളതിന് ഞാൻ ടൈപ്പ് ചെയ്തു, എൻ്റർ ചെയ്തു. ഇപ്പോൾ നിങ്ങൾക്ക് വ്യത്യാസം മനസ്സിലാക്കാം. ഇവിടെ യെല്ലോ ലെഫ്റ്റ് സൈഡിലാണുള്ളത്. ഇവിടെ യെല്ലോ കളർ റൈറ്റ് സൈഡിലേക്കാണ് വന്നിട്ടുള്ളത്. ഇവിടെ സിയാൻ കളർ കാണുന്നത് റൈറ്റ് സൈഡിലാണ്, ഇവിടെ അത് ലെഫ്റ്റ് സൈഡിലാണ്. അഥവാ ഇത് നമ്മൾ പറഞ്ഞ ഈ സോഴ്സ് ഒബ്ജക്റ്റിൻ്റെ മിററിൽ ലഭിക്കുന്ന ഒരു റിഫ്ലക്ഷൻ മാതിരിയാണ് നമുക്ക് ഇപ്പുറത്ത് കിട്ടുന്നത്. ഇങ്ങനെയാണ് മിറർ കമാൻഡ് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, അടുത്തായി നമുക്ക് സ്കെയിൽ എന്ന കമാൻഡ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് നോക്കാം. നമ്മളിപ്പോൾ ഇവിടെ വരഞ്ഞിരിക്കുന്നത് 1000 mm വൈഡും 1500 mm ഹൈറ്റുമുള്ള ഒരു വിൻഡോയാണ്. ഈ വിൻഡോയുടെ സൈസ് നമുക്കിനി മാറ്റണമെന്നുണ്ടെങ്കിൽ നമുക്ക് സ്കെയിൽ കമാൻഡ് എങ്ങനെ ഉപകാരപ്പെടുമെന്ന് നോക്കാം. അതിനു മുമ്പ് നമുക്ക് റെഫറൻസിനായി ഒരു ആരോ ഹെഡ് ക്രിയേറ്റ് ചെയ്യേണ്ടതുണ്ട്. ഞാൻ പ്ലെയിൻ എന്ന കമാൻഡ് കൊടുക്കുകയാണ്. പ്ലെയിൻ എൻ്റർ ചെയ്തു. അതിനുശേഷം ഇവിടെ ഒരു പോയിന്റ് പിക്ക് ചെയ്തു. അതിനുശേഷം വിഡ്ത്ത് സെറ്റ് ചെയ്യുന്നതിന് ഞാൻ W എന്ന് എൻ്റർ ചെയ്ത് സ്റ്റാർട്ടിംഗ് വിഡ്ത്ത് 0 എന്ന് തന്നെ എൻ്റർ ചെയ്തു. എൻഡിങ് വിഡ്ത്ത് ഞാൻ 100 എന്ന് എൻ്റർ ചെയ്യുകയാണ്. അതിനുശേഷം ലെങ്ത്ത് ഞാൻ 250 എന്ന് എൻ്റർ ചെയ്തു. ഓക്കെ, വീണ്ടും എനിക്ക് പ്ലെയിൻ കണ്ടിന്യൂ ചെയ്യണം. അതിനായി ഞാൻ വിഡ്ത്ത് വീണ്ടും ചേഞ്ച് ചെയ്യുകയാണ്. W എന്ന് ടൈപ്പ് ചെയ്ത ശേഷം എൻ്റർ ചെയ്തു. വിഡ്ത്ത് 100 എന്നുള്ളത് 0 എന്നാക്കി. ശേഷം എൻഡിങ് വിഡ്ത്തും 0 ആണ് വേണ്ടത്. 0 എന്നാണ് ഡീഫോൾട്ട്. ഞാൻ എൻ്റർ ചെയ്തതോടുകൂടി അത് ആക്സെപ്റ്റ് ചെയ്തു. അതിനുശേഷം ഞാൻ ഇവിടെ ഒരു പോയിന്റ് പിക്ക് ചെയ്ത് പി ലൈൻ കണ്ടിന്യൂ ചെയ്തു. അതിനുശേഷം ഞാൻ എൻ്റർ പ്രസ് ചെയ്തുകൊണ്ട് കമാൻഡിൽ നിന്ന് എക്സിറ്റ് ആവുകയാണ്. ഓക്കെ, ഇപ്പോൾ ഇവിടെ ഒരു ആരോ ഫോമായി. ഞാൻ ഇത് ക്രോസ് സെലക്ഷനിൽ പിക്ക് ചെയ്ത ശേഷം ഇവിടെ പ്രോപ്പർട്ടീസിൽ പോയി അതിൻ്റെ കളർ ഗ്രീൻ ആയി സെലക്ട് ചെയ്തു. ഓക്കെ, ഇത് നമുക്ക് റെഫറൻസിന് വേണ്ടി ഞാൻ ഇവിടെ ഉണ്ടാക്കി വെച്ചതാണ്. ഇനി നമുക്ക് സ്കെയിൽ കമാൻഡ് നോക്കാം. ഇപ്പോൾ നമുക്കറിയാം ഇത് ഇതിൻ്റെ മിഡ് പോയിന്റ് ആണ്. മിഡ് പോയിന്റ് എന്ന് പറഞ്ഞാൽ നമ്മളിത് വേറെ വേറെ എൻറ്റൈറ്റി ആയി വരഞ്ഞതാണ്. ഇത് 2 പ്രാവശ്യം മിറർ ചെയ്തതാണ്. ഇങ്ങനെ ഉണ്ടായിരുന്ന ഈ ഒരു ഒബ്ജക്റ്റ് മിറർ ചെയ്തുകൊണ്ട് റൈറ്റ് സൈഡിലേക്ക് എടുത്തു. അതിനുശേഷം ഇത് മൊത്തം സെലക്ട് ചെയ്ത് മുകളിലേക്ക് മിറർ ചെയ്ത് അങ്ങനെയാണ് നമ്മൾ ഈ വിൻഡോ ഫോം ചെയ്തത്. അതുകൊണ്ട് ഇത് ഇപ്പോൾ മൊത്തത്തിൽ ഈ ഡ്രോയിങ്ങിൻ്റെ സെൻറ്ററിലാണ്, മിഡ് പോയിന്റിലാണ് നമ്മൾ ഈ ആരോ ഫിക്സ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഞാൻ സ്കെയിൽ കമാൻഡ് കൊടുക്കുകയാണ്. സ്കെയിൽ കമാൻഡ് നമുക്ക് ഇവിടെ നിന്ന് ഐക്കോൺ സെലക്ട് ചെയ്ത് എടുക്കാം. അതിനുശേഷം ഞാൻ വിൻഡോ സെലക്ഷനിലൂടെ ഈ വിൻഡോ മൊത്തമായി സെലക്ട് ചെയ്തു. സെലക്ഷനിൽ നിന്ന് ടെർമിനേറ്റ് ആവുന്നതിന് മൗസിൻ്റെ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തു. ഓക്കെ, സ്പെസിഫൈ ബേസ് പോയിന്റ് എന്ന് ചോദിക്കുന്നു. കമാൻഡ് ലൈൻ ശ്രദ്ധിക്കുക. ഞാൻ ഈ സെൻറ്റർ പോയിന്റ് ക്ലിക്ക് ചെയ്തു. അതിനുശേഷം ഇവിടെ നമുക്ക് 2 ഓപ്ഷനാണ് ലഭിക്കുന്നത്. സ്പെസിഫൈ സ്കെയിൽ ഫാക്ടർ ഓർ കോപ്പി എന്നുള്ള ഒരു ഓപ്ഷൻ, അതിന് C ക്യാപിറ്റലായിട്ടുണ്ട്. പിന്നെ അതിനുശേഷം റെഫറൻസ് എന്നുള്ള ഒരു ഓപ്ഷൻ, അതിന് R ക്യാപിറ്റലായിട്ടാണ് കാണുന്നത്. നമുക്ക് സ്പെസിഫൈ സ്കെയിൽ ഫാക്ടർ എന്ന് കൊടുക്കാം. നമ്മളിത് 2 എന്ന സ്കെയിൽ ഫാക്ടർ കൊടുക്കുകയാണ്. അതായത് 2 എന്ന് കൊടുക്കുമ്പോൾ ഇതിൻ്റെ ഡബിൾ ആകും. നമുക്കറിയാം
ഒന്നിന് മുകളിലേക്ക് നമ്മൾ എന്ത് വാല്യൂ കൊടുക്കുകയാണെങ്കിലും ഇത് സ്കെയിൽ ചെയ്യുമ്പോൾ ഇത് എൻലാർജ് ആവുകയാണ് ചെയ്യുക. അതേസമയം ഒന്നിന് താഴേക്കുള്ള വാല്യൂ ബിലോ 1 ആണ് നമ്മൾ വാല്യൂ കൊടുക്കുന്നതെങ്കിൽ ഇത് സ്കെയിൽ ചെറുതാവുകയാണ് ചെയ്യുക. എൻലാർജ് ആവുകയല്ല, ഇത് കൂടുതൽ കോൺട്രാക്റ്റ് ആവുകയാണ് ചെയ്യുക. അപ്പോൾ ഞാൻ 2 എന്ന വാല്യൂ കൊടുക്കുകയാണ്. 2 എന്ന വാല്യൂ കൊടുക്കുന്നതോടുകൂടി ഇതിൻ്റെ സൈസ് അതിൻ്റെ ഡബിളായി എന്ന് ചെക്ക് ചെയ്യുന്നതിന് നമ്മൾ DI എന്ന കമാൻഡ് കൊടുത്ത ശേഷം ഈ പോയിന്റ് പിക്ക് ചെയ്തു. ഈ പോയിന്റ് പിക്ക് ചെയ്യാൻ വരുമ്പോൾ തന്നെ നമുക്ക് അവിടെ കാണാം 2000 എന്ന്. 1000ലാണ് നമ്മൾ വരഞ്ഞിരുന്നത്. ഇത് 3000 എന്നും കാണുന്നുണ്ട്. ഓക്കെ, ഞാൻ എസ്കേപ്പ് അടിച്ചുകൊണ്ട് DI കമാൻഡിൽ നിന്ന് എക്സിറ്റായി. ഇപ്പോൾ നമ്മൾ ഇതിൻ്റെ ഡിസ്റ്റൻസ് ശ്രദ്ധിച്ചു. നമ്മൾ ഈ ആരോ ഹെഡിൻ്റെ റൈറ്റ് സൈഡിലേക്ക് 1000ഉം ലെഫ്റ്റ് സൈഡിലേക്ക് 1000ഉമായിട്ടാണ് വന്നത്. കാരണം നമ്മൾ ഈ വിൻഡോയുടെ സെൻറ്റർ ആണ് നമ്മൾ ബേസ് പോയിന്റ് ആയി സെലക്ട് ചെയ്തത്. ഇനി നമുക്ക് തിരിച്ച് പഴയ സൈസിലേക്ക് തന്നെ പോവാം. ഞാൻ അൺഡു ചെയ്യുകയാണ്. അൺഡു ചെയ്തുകൊണ്ട് പഴയ കണ്ടീഷനിലേക്ക് തന്നെ വന്നു. ഈ ആരോ ഹെഡ് ഞാൻ ഇവിടെ നിന്ന് മാറ്റിക്കൊണ്ട് ഈ എൻഡ് പോയിന്റിൽ കൊണ്ടുവരികയാണ്. അതിനുശേഷം വീണ്ടും നമുക്ക് സ്കെയിൽ കമാൻഡ് കൊടുത്തു നോക്കാം. ഞാൻ സ്കെയിൽ എന്ന കമാൻഡ് ടൈപ്പ് ചെയ്തുകൊണ്ട് വിൻഡോ സെലക്ഷനിൽ ഇത് സെലക്ട് ചെയ്തു. സെലക്ഷനിൽ നിന്ന് ടെർമിനേറ്റ് ആവുന്നതിന് മൗസിൻ്റെ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തു. അതിനുശേഷം ബേസ് പോയിന്റ് ആയി ഇവിടെ പിക്ക് ചെയ്തു. വീണ്ടും ഞാൻ സ്പെസിഫൈ സ്കെയിൽ ഫാക്ടർ എന്നുള്ളത് 2 എന്ന് എൻ്റർ ചെയ്യുന്നതോടുകൂടി ഈ വിൻഡോ ഈ പോയിന്റിൽ നിന്ന് റൈറ്റ് സൈഡിലേക്ക് അതിൻ്റെ ഇരട്ടിയായി സ്കെയിൽ ചെയ്യപ്പെട്ടു. ഞാൻ അൺഡു ചെയ്യുകയാണ്. ഇനി വീണ്ടും നമ്മൾ സ്കെയിൽ എന്ന കമാൻഡ് കൊടുത്ത ശേഷം ഇത് സെലക്ട് ചെയ്യുന്നു. സെലക്ഷനിൽ നിന്ന് ടെർമിനേറ്റ് ആയ ശേഷം എൻഡ് പോയിന്റ് പിക്ക് ചെയ്യുന്നു. അതിനുശേഷം സ്കെയിൽ ഫാക്ടർ 0.5 എന്ന വാല്യൂ കൊടുക്കുന്നു. അതോടുകൂടി അത് 0.5 പകുതിയായി സ്കെയിൽ ചെയ്യപ്പെട്ടു, അഥവാ അതിൻ്റെ സൈസ് റെഡ്യൂസ് ചെയ്യപ്പെട്ടു. നമുക്കതൊന്ന് ചെക്ക് ചെയ്യാം. DI 500 ആയി, 1000 എന്നുള്ളത് 500 ആയി, 1500 എന്നുള്ളത് 750 ആയി. ഓക്കെ, ഞാൻ എസ്കേപ്പ് അടിച്ചുകൊണ്ട് DI കമാൻഡിൽ നിന്ന് എക്സിറ്റ് ആയി. അതിനുശേഷം അൺഡു ചെയ്തുകൊണ്ട് പഴയ സ്റ്റേറ്റിലേക്ക് വരികയാണ്. സ്കെയിലിൻ്റെ അടുത്ത ഓപ്ഷൻ നമുക്ക് നോക്കാം. സ്കെയിൽ എന്ന് ടൈപ്പ് ചെയ്തു. വിൻഡോ വഴി സെലക്ട് ചെയ്തു. സെലക്ഷനിൽ നിന്ന് ടെർമിനേറ്റ് ആവുന്നതിന് മൗസിൻ്റെ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തു. ബേസ് പോയിന്റ് എന്ന് ചോദിക്കുന്നു. ഞാൻ ഈ ബേസ് പോയിന്റ് തന്നെ ഈ ആരോക്ക് അടുത്ത് തന്നെ പിക്ക് ചെയ്യുകയാണ്. അതിനുശേഷം ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ളത് കോപ്പി എന്നുള്ള ഓപ്ഷനാണ്. കോപ്പി എന്നുള്ള ഓപ്ഷന് വേണ്ടി ഞാൻ C എന്ന് ടൈപ്പ് ചെയ്തു. അതിനുശേഷം ഞാൻ വീണ്ടും ഇതിൻ്റെ സൈസ് 1.5 എന്ന സ്കെയിൽ ഫാക്ടർ കൊടുക്കുകയാണ്. അടുത്ത സ്കെയിൽ ഫാക്ടർ ഞാൻ 1.5 എന്ന് കൊടുത്തു. എൻ്റർ ചെയ്തു. അപ്പോഴെന്താണ് സംഭവിച്ചത്? നമുക്ക് മുമ്പും നമ്മൾ ഇതേ രീതിയിൽ ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ടുണ്ട്. റൊട്ടേറ്റ് കമാൻഡിന് ഇവിടെയും നമുക്ക് കാണാം ആദ്യത്തെ വിൻഡോ ഇവിടെ അതേപടി നിൽക്കുന്നുണ്ട്, അതിന് മാറ്റമൊന്നുമില്ല. അതിനുശേഷം മറ്റൊരു കോപ്പി നമ്മൾ കൊടുത്ത സ്കെയിൽ വാല്യൂവിനനുസരിച്ച് 1.5 എന്ന വാല്യൂവിനനുസരിച്ച് സ്കെയിൽ ചെയ്തുകൊണ്ട് മറ്റൊന്ന് രൂപപ്പെടുകയാണ് ചെയ്തത്. നമുക്ക് നോക്കാം. DI എന്ന കമാൻഡ് കൊടുത്തുകൊണ്ട് ഇത് 1500 ആണ്. 1.5 സ്കെയിൽ ഫാക്ടറാണ് നമ്മൾ കൊടുത്തത്, അതായത് 1.5 ഇരട്ടി. ഇപ്പോൾ നമുക്കിവിടെ 1500 ആയി മാറി. അതുപോലെ തന്നെ ഇങ്ങോട്ട് വന്നാൽ ഇത് 2250, 2 meters to 25 centimeters എന്നായി. അതിൻ്റെ ആദ്യത്തെ 1500 എന്ന സൈസിൻ്റെ 1.5 ടൈംസ്. ഇതാണ് കോപ്പി എന്ന ഓപ്ഷൻ. ഞാൻ വീണ്ടും അൺഡു അടിച്ചുകൊണ്ട് തിരിച്ചു വരികയാണ്. വീണ്ടും സ്കെയിൽ എന്ന കമാൻഡ് കൊടുത്തു. സ്കെയിൽ എന്ന് ടൈപ്പ് ചെയ്ത ശേഷം എൻ്റർ ചെയ്തു. വിൻഡോ സെലക്ഷൻ എടുത്തു. സെലക്ഷനിൽ നിന്ന് ടെർമിനേറ്റ് ആയി. അതിനുശേഷം സ്പെസിഫൈ ബേസ് പോയിന്റ് എന്ന് ചോദിക്കുന്നു. ഇതേ പോയിന്റ് തന്നെ ബേസ് പോയിന്റ് ആയിട്ട് എടുത്തു. ഇനി നമുക്ക് റെഫറൻസ് ആണ്. ഇതിനു മുമ്പൊക്കെ നമ്മൾ സ്കെയിൽ ഫാക്ടർ കൊടുക്കുമ്പോൾ നമുക്ക് അതിൻ്റെ സൈസ് നമുക്ക് വിൻഡോയിൽ കാണാത്ത രീതിയിൽ അങ്ങ് എൻലാർജായി നിൽക്കുകയാണ് ചെയ്യുന്നത്. എന്നാൽ നമുക്കൊരു റെഫറൻസ് കൊടുത്താൽ ആ റെഫറൻസിന് ബേസ് ചെയ്തുകൊണ്ട് നമുക്ക് ഇതിൻ്റെ സൈസ് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. അതുകൊണ്ട് ഞാൻ റെഫറൻസിന് വേണ്ടി 6 എന്ന് ടൈപ്പ് ചെയ്തു. എൻ്റർ ചെയ്തു. ശേഷം റെഫറൻസിന് ഈ ഒരു 1 മീറ്റർ ലെങ്ത്തിൻ്റെ ഈ ലെഫ്റ്റ് സൈഡിലെ എൻഡ് പോയിന്റ് ക്ലിക്ക് ചെയ്തു. അതിനുശേഷം ഈ എൻഡ് പോയിന്റ് ക്ലിക്ക് ചെയ്തു. അതോടുകൂടി നമ്മൾ റെഫറൻസ് പോയിന്റായി സെലക്ട് ചെയ്ത 2 പോയിന്റുകൾക്ക് ഇടയിലുള്ള ഡിസ്റ്റൻസ് നമുക്ക് ആവശ്യമുള്ള ഡിസ്റ്റൻസിലേക്ക് സ്കെയിൽ ചെയ്യാൻ സാധിക്കും. അതേ പ്രൊപ്പോർഷനിൽ നമ്മൾ സെലക്ട് ചെയ്ത ഒബ്ജക്റ്റ് മൊത്തമായി സ്കെയിൽ ചെയ്യപ്പെടും. താഴെ കമാൻഡ് ലൈൻ ശ്രദ്ധിക്കുക. സ്പെസിഫൈ ന്യൂ ലെങ്ത് ഓർ എന്നാണ് ചോദിക്കുന്നത്. ന്യൂ ലെങ്ത്തിനായി നമുക്ക് 3 രീതിയിൽ ഇൻപുട്ട് നൽകാം. ഒന്ന്, നമുക്ക് ഏതെങ്കിലും ഒരു പോയിന്റ് പിക്ക് ചെയ്യാം. അപ്പോൾ ആ ഒബ്ജക്റ്റ് നമ്മൾ പിക്ക് ചെയ്യുന്ന പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസിൽ സ്കെയിൽ ചെയ്യപ്പെടും. അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു പോയിന്റിനായി ഡൈൻ മോഡിൽ നമുക്ക് ഡിസ്റ്റൻസും ആംഗിളും കൊടുത്തുകൊണ്ട് ഇൻപുട്ട് കൊടുക്കാം. അതുമല്ലെങ്കിൽ നമ്മൾക്ക് ന്യൂ ലെങ്ത് നേരിട്ട് ടൈപ്പ് ചെയ്തുകൊണ്ടും കൊടുക്കാം. ഇവിടെ ഞാൻ 2 എന്ന് ടൈപ്പ് ചെയ്യുകയാണെങ്കിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് നോക്കാം. ഞാൻ 2 എന്ന് ടൈപ്പ് ചെയ്തു. എൻ്റർ ചെയ്തു. നിങ്ങൾക്ക് ഇപ്പോൾ അവിടെ ഒന്നും കാണുന്നില്ല. ആ ആരോ ഹെഡ് മാത്രമാണ് ഇപ്പോൾ നമുക്ക് കാണുന്നത്. നമുക്ക് അവിടെ ഒന്ന് സൂം ചെയ്ത് നോക്കാം. നമുക്കിവിടെ വളരെ റെഡ്യൂസ് ആയിക്കൊണ്ട് കാണാൻ സാധിക്കുന്നുണ്ട്. നമുക്കതിൻ്റെ ഡയമെൻഷൻ ഒന്ന് ചെക്ക് ചെയ്യാം. ഞാൻ DI എന്ന് ടൈപ്പ് ചെയ്ത ശേഷം ഇവിടെ പിക്ക് ചെയ്തു, ഇവിടെ പിക്ക് ചെയ്തു. 2 എന്നാണ് കാണുന്നത്.
ഇത് അതിന് പ്രൊപ്പോർഷണലി 3 എന്ന് കാണുന്നുണ്ട്. അതായത് നമ്മൾ 1.5 ആയിരുന്നു, അഥവാ 2:3 എന്ന റേഷ്യോയിലായിരുന്നു നമ്മുടെ വിൻഡോ വരഞ്ഞിരുന്നത്. ഞാൻ റെഫറൻസ് കൊടുത്തുകൊണ്ട് 2 എന്ന് വാല്യൂ കൊടുത്തോടുകൂടി ഈ സൈഡ് 2 ആയി മാറി. 2 mm വിഡ്ത്തായി. 2 mm എന്ന് പറഞ്ഞാൽ വളരെ ചെറുതാണ്, നമുക്കറിയാം. ഇങ്ങോട്ട് 3 mm ആയി. അതേ പ്രൊപ്പോർഷനിൽ, അതായത് 1 മീറ്റർ ബൈ 1.5 മീറ്റർ ആയിരുന്നു, അഥവാ 2:3 എന്ന റേഷ്യോ ആയിരുന്നു. അതേ റേഷ്യോയിൽ ഇത് നമ്മൾ കൊടുത്ത വാല്യൂവിനനുസരിച്ച്, നാം 2 എന്ന് കൊടുത്തപ്പോൾ അത് 2 mm ഈ ഒരു സൈഡ്, നമ്മൾ റെഫറൻസ് ആയിട്ട് എടുത്തിരുന്നത് ഈ സൈഡായിരുന്നു, ആ സൈഡ് 2 ആയി മാറി. ഓക്കെ, ഞാൻ ആദ്യം എസ്കേപ്പ് ചെയ്യുന്നു. അതിനുശേഷം അൺഡു അടിച്ചുകൊണ്ട് തിരിച്ച് പഴയ രൂപത്തിലേക്ക് വരികയാണ്. വീണ്ടും നമുക്ക് അതേ കമാൻഡ് ഒന്നും കൂടെ കൊടുത്തു നോക്കാം. സ്കെയിൽ കമാൻഡ് കൊടുത്തു, സെലക്ട് ചെയ്തു. സെലക്ഷനിൽ നിന്ന് ടെർമിനേറ്റ് ആയി. ബേസ് പോയിൻ്റായി ഇതെടുത്തു. റെഫറൻസിനായി R ടൈപ്പ് ചെയ്തു. ഈ പോയിൻറ്റും സെലക്ട് ചെയ്തു. ഓക്കെ, നമുക്ക് വേണ്ട വലുപ്പത്തിൽ എവിടെയെങ്കിലും പിക്ക് ചെയ്യുകയാണെങ്കിൽ ആ സൈസിൽ നമുക്ക് കിട്ടും. ഞാനിത് 1300 എന്ന് ടൈപ്പ് ചെയ്യുകയാണ്. അതായത് നമ്മളെടുത്ത 2 റെഫറൻസ് പോയിന്റുകൾക്ക് ഇടയിലുള്ള ഡിസ്റ്റൻസ് 1000 ആണ്. ഞാനത് 1300 എന്നാക്കുകയാണ്. എൻ്റർ ചെയ്തു. അതോടുകൂടി ഇത് 1300 എന്ന സൈസിലേക്ക് മാറി. 1300 അതേ പ്രൊപ്പോർഷനിൽ ഇത് 1950 ആയി മാറി. ഓക്കെ, സ്കെയിൽ വീണ്ടും കൊടുക്കുന്നു, സെലക്ട് ചെയ്യുന്നു. ബേസ് പോയിന്റ് സെലക്ട് ചെയ്തു. റെഫറൻസിന് R എന്ന് സെലക്ട് ചെയ്തു. ഈ 2 പോയിന്റ് എടുത്തു. ശേഷം നമുക്ക് ഒരു വാല്യൂ കൊടുക്കാം. ഞാൻ എന്ന് ടൈപ്പ് ചെയ്തുകൊണ്ട് 1650. ശേഷം ആംഗിളിന് വേണ്ടി ഷിഫ്റ്റ് പ്രസ് ചെയ്ത് <> സൈൻ കൊടുത്തു. ഇവിടെ 0 എന്ന് തന്നെ എൻ്റർ ചെയ്തു. ഇപ്പോൾ നമ്മൾ കൊടുത്ത 1650 എന്ന വാല്യൂയിലേക്ക് ഇത് വന്നു. അതേ പ്രൊപ്പോർഷനിൽ ഇതിൻ്റെ ഹൈറ്റും ചേഞ്ച് ആയി. 1650 എന്ന വാല്യൂ നമുക്കിവിടെ കിട്ടി. ഞാൻ അൺഡു ചെയ്തുകൊണ്ട് വീണ്ടും പഴയ സൈസിലേക്ക് വരികയാണ്. സ്കെയിൽ എന്ന കമാൻഡ് കൊടുത്തു. വിൻഡോ സെലക്ട് ചെയ്തു. സെലക്ഷനിൽ നിന്ന് ടെർമിനേറ്റ് ആയി. ബേസ് പോയിന്റ് കൊടുത്തു. റെഫറൻസിന് R എന്ന് ടൈപ്പ് ചെയ്തു. അതിനുശേഷം ഞാൻ ഈ ഒരു സൈഡ് 1500 സൈഡ് പിക്ക് ചെയ്തു. അതിനുശേഷം ഞാൻ മുന്നോട്ട് മൂവ് ചെയ്തുകൊണ്ട് ഇത് 1700 എന്നാക്കി എൻ്റർ ചെയ്തു. ഇപ്പോൾ നമുക്ക് കാണാം ഈ സൈഡ് 1700 ആയി മാറി. അതിന് പ്രൊപ്പോർഷണലായി 1133.33 എന്ന് പറഞ്ഞാൽ നമുക്ക് ഇങ്ങോട്ട് കിട്ടുന്നുണ്ട്. ഓക്കെ, ഇങ്ങനെയാണ് സ്കെയിൽ കമാൻഡ് വർക്ക് ചെയ്യുന്നത്. നമ്മുടെ ഈ ലെസണിൽ മിറർ, സ്കെയിൽ എന്നീ 2 കമാൻഡുകൾ നമ്മൾ മനസ്സിലാക്കി. കൂടുതൽ പ്രാക്ടീസ് ചെയ്യണം, എന്നാലേ നിങ്ങൾക്ക് ഓരോ കമാൻഡും എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് കൂടുതൽ വ്യക്തമായി മനസ്സിലാവുകയും അതുപോലെ തന്നെ കമാൻഡ് ബൈഹാർട്ട് ആവുകയും ചെയ്യുകയുള്ളൂ. സംശയങ്ങൾ വരുമ്പോൾ പഴയ ക്ലാസ്സുകൾ റെഫർ ചെയ്യണം. ഈ ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ്. അടുത്ത ക്ലാസ്സിൽ വീണ്ടും കണ്ടുമുട്ടുന്നവരെ എല്ലാവർക്കും